തിരുവനന്തപുരത്തെ പ്രാദേശിക CPM നേതാവ് AJ സുക്കാർണോയാണ് സെൻകുമാറിനെതിരെ വിജിലൻസിന് പരാതി നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം പോയപ്പോൾ വ്യക്തിപരമായ കാരണം പറഞ്ഞ് പകുതി ശമ്പളത്തോടെയുള്ള അവധിയെടുത്ത സെൻകുമാർ പദവിയിൽ തിരിച്ചെത്തിയ ശേഷം ആയുർവേദ ആശുപത്രിയിലെ ചികിത്സാരേഖകൾ ഹാജരാക്കി മുഴുവൻ ശമ്പളത്തിന് അപേക്ഷ നൽകി. പരാതി പരിശോധിച്ച വിജിലൻസ് ചികിത്സാരേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. ആയുർവേദ ആശുപത്രിയിലെ രേഖകളും സെൻകുമാറിന്റെ ഫോൺ രേഖകളും പരിശോധിച്ചാണ് അദ്ദേഹം ചികിത്സയിലായിരുന്നില്ല എന്ന നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയത്. ഡിവൈഎസ്പി ബിജുമോനായിരുന്നു അന്വേഷകൻ. ചികിത്സയിലാണെന്ന് സെൻകുമാർ പറയുന്ന ചില ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോണും ഡോക്ടറുടെ ഫോണും വ്യത്യസ്ത ടവർ ലൊക്കേഷനുകളിലാണ്. ചില രേഖകൾ തിരുത്തലുകളുമുണ്ട്. ആയുർവേദ ആശുപത്രിയിൽ OP ഇല്ലാത്ത ദിവസങ്ങളിലെ OP ടിക്കറ്റുകളും ഹാജരാക്കിയ രേഖകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുഴുവൻ ശമ്പളവും ആവശ്യപ്പെട്ട് സെൻകുമാർ നൽകിയ അപേക്ഷയോടൊപ്പമുള്ള രേഖകൾ പരിശോധിച്ച ചീഫ് സെക്രട്ടറി നളിനിറ്റോയും ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന അഭിപ്രായത്തിലാണ്. വിജിലൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ സെൻകുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ഈ മാസം 21-ന് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് കേസെടുക്കാൻ വിജിലൻസ് തീരുമാനിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 465, 468, 471 വകുപ്പുകളാകും സെൻകുമാറിനെതിരെ ചുമത്തുക. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളുടെ പേരിലും നടിക്കെതിരായ പരാമർശത്തിൻ്റെ പേരിലും അന്വേഷണം നേരിടുന്ന സെൻകുമാറിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതാണ് ഈ കേസ്. മറ്റു കേസുകളേക്കാൾ കൂടുതൽ തെളിവുകൾ ഇതിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.